പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വെറുതെ പറയും കണ്ടിട്ടില്ലെങ്കിൽ മിസ്സാക്കിയത് ഒരു സിംഗിൾ ഷോട്ട് ഒരു സാധനമുണ്ട്. പണം കാണുന്നവർക്ക് അത് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് എടുത്തിരിക്കുന്നത്. കണ്ണൻ മലയാളിയായിട്ട് വന്നിരിക്കുകയാണ്. ഒന്നും പറയാലോ, എന്ത് പറയാനാണ് ഇതിന് പറയാൻ വന്നോണ്ടിരിക്കാൻ പോലെന്നാ. എല്ലാവരും ഈ സിനിമ കാണുക. എമ്പുരാൻ നമ്മളെല്ലാവരും കണ്ടു. എമ്പുരാൻ കാണാത്തവര് എമ്പുരാൻ കാണുക. അതുപോലെ തന്നെ ഇത് മിസ്സാക്കരുത്. ഈ സിനിമ വിക്രം സാറിന്റെ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. എമ്പുരാൻ കാണുക, ഒപ്പം ഇത് മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് പടം കണ്ടിട്ട്. അതെ അതെ, അതിന്റെ വേറൊരു ഇന്റർവ്യൂ തരാം. അവരോട് ചോദിക്കേ. ഇന്ന് 2 ഹിറ്റാണ്. ഒരുപാട് സന്തോഷം. അതെ അതെ അതെ. പിന്നെ അത് ഇന്ന് ആ തിയേറ്ററിനകത്തിരുന്ന് കണ്ട് അവര് തമിഴ് എമ്പുരാൻ കണ്ട ആൾക്കാർ ഉറപ്പായിട്ട് കാണുക. മിസ് ചെയ്യരുത് കേട്ടോ. സുരാജേട്ടൻ മകളായിട്ടാണ് അഭിനയിച്ചത്, വിക്രത്തിന്റെ മകളായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിക്രമങ്ങൾ നല്ല ഫണ്ണായിരുന്നു സെറ്റില്. പിന്നെ നമുക്ക് ബോറടിക്കില്ല. ഇങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഇതായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടെ ഗിഫ്റ്റ് കൊണ്ടു തരുമായിരുന്നു, ഓരോ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ കുറച്ച് എഴുതി ഞാനത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കുറച്ച് എഴുതി. പിന്നെ അങ്ങനത്തെ കുറേ മെമ്മറീസ് എനിക്ക് ആ മൂവിയിൽ കിട്ടും. പക്ഷേ ഇന്ന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ അതിനെക്കാട്ടും സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ സീൻസൊക്കെ ഞാൻ വിളിച്ചു എന്നെ കാണിക്കില്ലാന്ന്. പക്ഷെ എന്നെ നല്ലോണം സിനിമയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈറ്റ് സംഭവം ചെയ്യുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു? എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം വിക്രമങ്ങളുടെ കൂടെയാണ്. പക്ഷെ എനിക്ക് എത്ര ഷോട്ട് എടുക്കേണ്ടി വരും, എത്ര സീൻ എടുക്കണം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയെല്ലാം മാറ്റി വെച്ച് എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണോ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ അഭിനയിച്ചു. അത് കറക്റ്റായി, ഷോട്ട് അതിനെ കറക്റ്റായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തു. വിക്രം സാർ സെറ്റിൽ എങ്ങനെ? ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സംസാരിക്കാറുണ്ടോ അടുത്തൊക്കെ വന്നിട്ട്? പിന്നെ സംസാരിക്കാറുണ്ട്. വിക്രമങ്ങൾ കുറേ മലയാളം സംസാരിക്കാൻ ട്രൈ ചെയ്യും, പക്ഷെ പറ്റാറില്ല. ഓക്കെ, ഇത് വിളിച്ചായിരുന്നോ ഇത് ഇന്ന്? ഇല്ല, വിളിച്ചു. ഓക്കെ, താങ്ക് യു.